ഹലോ ഫ്രണ്ട്സ്, നമ്മൾ 2024 സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരിയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ് നമുക്ക് നവംബർ മാസമാണ് അല്ലേ. 2024 നവംബർ വരെ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴേക്കും ഡിസംബറും ആകും. അപ്പൊ ഡിസംബറിലെ അടക്കം ചേർത്തിട്ട് ഈ വർഷം 2024 നടന്നിട്ടുള്ള LGS ആൻഡ് LDC നിലവാരത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് എന്ത് ചെയ്യണം, പരമാവധി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമുക്കിടെ PSC പൾസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഏത് ഏരിയക്കാണ് PSC ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോകാം. അറിയാത്ത ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്തിട്ട് മാറ്റുക. അത് വീണ്ടും എന്ത് ചെയ്യുക, ഒന്നുകൂടി റിവിഷൻ ചെയ്തിട്ട് മാറ്റുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ LGSന്റെ തന്നെ വേരിയസ് LGSന്റെ ഇപ്പൊ രണ്ടാം ഘട്ടം എക്സാം നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തെറ്റ് വരില്ല അല്ലെ. നമുക്ക് മൈനസ് മാർക്കൊക്കെ നഷ്ടമില്ലാതെ നമുക്കത് ഓരോ മാർക്കും സ്കോർ ചെയ്തിട്ട് നമ്മുടെ റാങ്കിന്റെ നിലവാരം തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ. നമുക്ക് 2024 കംപ്ലീറ്റ് ആകട്ടെ കേട്ടോ, എന്നിട്ട് 2023 പോകാം. അപ്പൊ നമുക്ക് ഈ അടുത്ത് ഇനിയിപ്പോ നമ്മുടെ പ്രിലിംസ് ഒക്കെ എക്സാം ആയി ഡിസംബർ 28 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതുപോലെ ഇനി നെക്സ്റ്റ് LGS എഴുതുന്നവർക്കും ഒക്കെ ഉപകാരമാകുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തു പോകാം. ഇത് കാറ്റഗറി നമ്പർ 19/2024 2024 ഫസ്റ്റത്തെ എക്സാം ആണ് കേട്ടോ. ഫസ്റ്റത്തെ എക്സാം ആണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അല്ലേ. കാരണം ഇതിനു മുമ്പ് നടന്ന എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യും, ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തും അല്ലേ. എന്താണ് പൂർണ്ണ സ്വരാജ്, ഏതാണ്, ലാഹോർ സമ്മേളനമാണ് അല്ലെ. 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് അല്ലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത് കേട്ടോ. അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി ഇത് തെറ്റിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വന്നാൽ ലാഹോർ ആണെന്ന് മറക്കരുത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? രണ്ടാമത്തെ ആൻസർ ഏത് വരും, നിങ്ങൾ ചെയ്യണം കേട്ടോ, നിങ്ങൾ ഒപ്പം ചെയ്തു വരണം. ബി ആണ്, നിസ്സഹരണ സമരം. 1920 അല്ലെ. 1920 നിസ്സഹരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC നടത്തിയ ആദ്യത്തെ, ഇവിടെ ശ്രദ്ധിക്കണം, ദേശീയ പ്രക്ഷോഭം എന്ന് പറയും കേട്ടോ. ഇനി ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്? ആരാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി? കിട്ടുന്നുണ്ടോ? 4 ഓപ്ഷനിൽ ഏതാണെന്ന് ചെയ്യാൻ കിട്ടുന്നുണ്ടോ? ഒപ്പം നിങ്ങൾ ചെയ്തു വരണം കേട്ടോ. ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ് അല്ലെ. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ, ഇപ്പൊ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ വടക്ക് പടിഞ്ഞാറൻ എന്നതിൽ തന്നെ ആൻസർ കിടക്കുന്നുണ്ട്. പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി അല്ലെ. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലെ. നാലാമത്തെ ആൻസർ ഏത് വരും? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? അപ്പോ ഏതാണ്? തീവ്രവാദി വിഭാഗങ്ങളിൽ അല്ലേ. ആരാണ്? ബാലഗംഗാധര തിലകൻ അല്ലേ. ലാൽ ബാൽ പാൽ അല്ലെ. ലാല ആരൊക്കെയാണ്? ലാൽ ബാൽ പാൽ എന്ന സംഘമാണ് ഏതിൽ വരുന്നത്? തീവ്രവാദി വിഭാഗത്തില് വരുന്നത് അല്ലെ. തീവ്രവാദി വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകനാണ്. മനസ്സിലാക്കണം. ഇനി സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതി 1978. 1978 സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ, നമ്മൾ പെട്ടെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യനില്
എനിക്ക് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. എനിക്ക് അഡ്ജസ്റ്റ് എഴുതാൻ പറ്റാത്തത് കൊണ്ട് എഴുതിയിട്ടില്ല. പക്ഷേ സംസ്ഥാനങ്ങളിലെ ഒന്നും ശ്രദ്ധിക്കില്ല അല്ലെ. ഏറ്റവും ഉയർന്ന കോടതി, ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോ പെട്ടെന്ന് ഈ സ്റ്റേറ്റ് എന്നുള്ളത് എന്റെ കണ്ണിൽ നിന്ന് പോയി, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഏറ്റവും ഉയർന്ന കോടതി പെട്ടെന്ന് പോകും അല്ലെ. അങ്ങനെ ഈ എക്സാമിന്, യൂണിവേഴ്സിറ്റി എൽജിഎസിന്റെ എക്സാമിന് തെറ്റുപറ്റിയ ഒരുപാട് പേരുണ്ട് സുപ്രീം കോടതിന് പെട്ടെന്ന്. പക്ഷെ വീടെത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആരാ വരും? BR അംബേദ്കർ വരും അല്ലെ. BR അംബേദ്കർ ആണ്. അത് ലക്ഷ്യപ്രമേയം വരുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് കേട്ടോ. ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ളത്. ഭരണഘടനയുടെ ആമുഖത്തില് സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് പരമാധികാര, ജനാധിപത്യ, മതേതര, സ്ഥിതിസമത്വം പറയാറുണ്ട് അല്ലെ. റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന ഓർഡറിലാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. അപ്പോ അതിൽ ഇതൊക്കെ വന്നു. നമ്മളിപ്പോ പറഞ്ഞു പരമാധികാരം പറഞ്ഞു, സ്ഥിതിസമത്വം പറഞ്ഞു, റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞു അല്ലെ. പക്ഷെ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. 11ാമത്തെ ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലാണ്. അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിലെ സർ പദവി ഒഴിവാക്കിയത് അതൊക്കെ എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. വാഗൺ ട്രാജഡി എപ്പോഴാണ്? 1921. റൗലറ്റ് നിയമവും 1900 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തോന്നിട്ടാണ് റൗലറ്റ് നിയമം വരുന്നത് 1919. വാഗൺ ട്രാജഡി 1921. ചൈത്യചോര സംരംഭം 1922. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് നമ്മുടെ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പനാണ് കേട്ടോ. ചട്ടമ്പി സ്വാമി. സ്വാമികൾ പറയുമ്പോൾ നമ്മൾ അയ്യപ്പ സ്വാമി എന്ന് പറയില്ലേ, പഠിച്ചോട്ടാ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തിയത് ആരാണ്? ആരാടാ? തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏതാണ്? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 16ാമത്തെ? ആ എക്സാം നടക്കുമ്പോ ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അല്ലെ. ഇപ്പൊ മാറിയിട്ടുണ്ട്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ആശിഷ് ജിതേന്ദ്ര ദേശായി കേട്ടോ. എക്സാം നടക്കുമ്പോ ഇപ്പൊ മാറിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? സമ്പൂർണ്ണമായിട്ട് ഡിജിറ്റൽ ജില്ലയാണ്. ഏത് ജില്ലയാണ്? 14 ജില്ലകളിൽ ഏതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല? തൃശ്ശൂരാണ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ അല്ലെ. VP മേനോൻ. താഴെ പറയുന്നവർ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം, ഫ്രാൻസിന്റെ പ്രദേശം വരുന്നത് ഏതാണ്? ഫ്രാൻസിന്റെ പ്രദേശം ആണ് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി. ദാമൻ, ദിയു, ഗോവ ഇതൊക്കെ ആരുടെയാണ്? പോർച്ചുഗീസുകാരുടെയാണ് അല്ലെ. ഇതൊക്കെ ആരുടെയാണ്? പോർച്ചുഗീസുകാരുടെയാണ്. പോണ്ടിച്ചേരി ആണ് ഫ്രാൻസ് കേട്ടോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം. പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി ആര്? കിട്ടുന്നുണ്ടോ? KM പണിക്കറാണ് കേട്ടോ. KM പണിക്കറാണ്. റൂർക്കേല ഇരുക്ക് വ്യവസായശാലയ്ക്ക് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? റൂർ എന്ന് പറയുമ്പോ തന്നെ കണക്ട് ചെയ്യണം അല്ലെ. ഏതാണ്? ജർമ്മനി അല്ലെ. റൂർക്കേല ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഏതാണ്? മംഗൾയാൻ അല്ലെ. ഇത് ചാന്ദ്ര ദൗത്യമാണ് അല്ലെ. ഇത് ചാന്ദ്ര ദൗത്യമാണ്. ഇത് സൗരദൗത്യമാണ്. പിന്നെയോ ആര്യഭട്ട ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പഠിക്കാറുണ്ട്. 2024 G20 ഉച്ചകോടി എവിടെയാണ്? 2024 അതായത് ഈ വർഷം എവിടെയാണ്? ബ്രസീലിലാണ് അല്ലെ. 2024 G20 ഉച്ചകോടി എവിടെയാണ്? ബ്രസീല്. ഇന്ത്യ എപ്പോഴായിരുന്നു? 2023. അടുത്ത വർഷം G20 എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിലാണ്. 2023 ഇന്ത്യ, 2024 ബ്രസീൽ, 2025 ദക്ഷിണാഫ്രിക്ക. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതാണ്?
പ്രഗ്യാൻ അല്ലേ, പ്രഗ്യാൻ. ലാൻഡർ ആണ് ഏത്, വിക്രം. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. ഹിമാലയ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയ പർവ്വതനിരയാണ് കേട്ടോ, ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏത് വരും, 1ഉം 3ഉം ആണ് കേട്ടോ. ആൻസർ 1ഉം 3ഉം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്, ഹിമാദ്രിയാണ്. പിന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയ നദികൾ എന്നറിയപ്പെടുന്നു അല്ലെ. ഹിമാലയ നദികൾ ഏതൊക്കെയാണ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. കാവേരി, കൃഷ്ണ, പിന്നെ ഗോദാവരി, മഹാനദി, ഇതൊക്കെ ഏതാണ്, ഉപദ്വീപീയ നദികളാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണ്. മൗണ്ട് എവറസ്റ്റ് നേപ്പാളാണ് അല്ലെ, നേപ്പാളിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇത് തെറ്റാണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമ്മുടെ അതിർത്തിയിൽ രാജ്യങ്ങളുണ്ട് അല്ലെ, കുറെ രാജ്യങ്ങള് ഇന്ത്യയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏത് വരും, എല്ലാം ശരിയാണ്. അപ്പൊ നിങ്ങൾ ഈ 3 ഓപ്ഷൻ ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു അല്ലെ, 7 രാജ്യങ്ങളുണ്ട് അല്ലെ. സമുദ്രാതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളുണ്ട്, ശ്രീലങ്കയും ഏതൊക്കെയാണ്, മാലിദ്വീപും കേട്ടോ. അങ്ങനെ 2ഉം കൂടി ചോദിക്കുകയാണെങ്കിൽ 9. ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് 9 രാജ്യങ്ങളുമായിട്ടാണ്. കോമൺ ആയിട്ട് പറയണമെങ്കിൽ 7. 2 എന്താണ്, സമുദ്രാതിർത്തി പങ്കിടുന്നതാണ് കേട്ടോ, ശ്രീലങ്കയും മാലിദ്വീപും. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. കുറച്ച് പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അഫ്ഗാനിസ്ഥാൻ കുറഞ്ഞ ദൂരമാണ്. കൂടുതൽ ദൂരം ബംഗ്ലാദേശുമായിട്ടാണ്. 7 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തീരപ്രദേശം, നമ്മുടെ ഇന്ത്യയുടെ തീരപ്രദേശം, പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ സമതലം നമ്മുടെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മള് PSCയുടെ ഹോട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടോപ്പിക് എത്ര ആയിട്ടുണ്ട്, 18 ടോപ്പിക് ഹോട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ക്ലാസ് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സിലബസ് ബേസ് ആയിട്ട് ഇഷ്ടംപോലെ ക്ലാസ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ക്ലാസ്സുകൾ ഏതുണ്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സും എന്താണ് A to Z പറഞ്ഞിട്ടാണ് ടോപ്പിക്കുകൾ. SCRT, NCRT, പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഓരോ ടോപ്പിക്കും ഫുൾ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഇനി പകുതിയൊന്നും ഒരു വിഷയത്തിൽ പകുതിയൊന്നും എടുത്തിട്ട് ഏത് ടോപ്പിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ, എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഹോട്ട് ഏരിയ വേണ്ടി ടോപ്പിക്കിന്റെ വ്യൂസ് ഭയങ്കര കമ്മിയാണ്, സങ്കടമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകൾ ഇട്ട് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് കുറവാകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ SCRT ബേസ് ചെയ്തിട്ട് 5, 7, 9 എല്ലാ SCRT ക്ലാസ്സുകളും ഇട്ട് വന്നിട്ടുണ്ട്, പഠിക്കാട്ടോ. ഇനി തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ അല്ല. കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ആണോ? സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണോ? ആണ്, ശരിയാണ്. അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? 27ാമത്തെ ആൻസർ. 27ാമത്തെ ആൻസർ ഏത് വരും? ഇവിടെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലെ, നമ്മൾ പറഞ്ഞതില് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ആൻസർ 2 മാത്രമാണ്. ഇവിടെ നമുക്ക് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ശരിയായ ഇവിടെ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ഇവിടെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് 2 മാത്രം അല്ലെ. 2 മാത്രമാണ് തെറ്റായത്. 1ഉം 3ഉം ശരിയാണ്. പഠിച്ചു വെച്ചോ കേട്ടോ, പഠിച്ചു വെച്ചോ. തീരപ്രദേശം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ, ചാനലിൽ കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ദേശീയ പ്രതീകങ്ങൾ, നമ്മുടെ ദേശീയ വിനോദം ഏതാടാ? കൊക്കയാണ്. ശരിയാണ് അല്ലെ. ആന ഇന്ത്യയുടെ പൈതൃക ജീവിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. തെറ്റാണ് അല്ലെ. വന്ദേ മാതരമാണ് അല്ലെ. വന്ദേ മാതരം ദേശീയ ഗാനമാണ് ജനഗണമന. അപ്പൊ ശരിയായത് 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ഇത് വരും 28ാമത്തെ ആൻസർ A ആണ്. 29 ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 29 ഏത് വരും? 29 ഏതാണ്? എല്ലാം ശരിയാണ്. അയോധ്യ നഗരം സരയൂ നദീതീരത്താണ്. നമ്മുടെ SCRT കിടക്കുന്നുണ്ട്. അയോധ്യ നഗരം സരയൂ നദീതീരത്ത്. അഹമ്മദാബാദ് ഗാന്ധിനഗർ ഒരു ബോക്സിലായിട്ട് കിടക്കുന്നുണ്ട്, കണ്ടിട്ട് നിങ്ങള്? അഹമ്മദാബാദ് ഗാന്ധിനഗർ സബർമതി നദീതീരത്താണ്. 1 ശരിയാണ്, 2 ശരിയാണ്. കൊൽക്കത്ത ഹൗറ നഗരങ്ങള് ഹൂഗ്ലി നദീതീരത്താണ്. 3ഉം ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരി അല്ലാത്തത് കണ്ടെത്താം. ശരിയല്ലാത്ത കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ആണോടാ? ആണോ?
ശരിയല്ലാത്തത് ഏതാണ് നോക്കാം കേട്ടോ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ശരിയാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകുടം. ശരിയാണോ? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ആനമുടി അവിടെയാണോ? അഗസ്ത്യകുടമാണോ? അല്ല, തെറ്റാണ് അല്ലേ? ഇതാ ശരിയല്ലാത്തതാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. ശരിയാണ്. അപ്പൊ ശരിയല്ലാത്തത് 2 മാത്രമാണ്. 30ാമത്തെ ഏത് വരും? ബി വരും കേട്ടോ. 30ാമത്തെ ബി വരും. അപ്പൊ നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കണം. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 ആണെന്ന് പഠിച്ചു വെക്കണം. നമ്മൾ 560 എന്നൊക്കെ ഓപ്ഷൻ പഠിക്കും നമ്മൾ. പക്ഷെ ഓപ്ഷനില് 560, 570, 580, 550 എന്നൊക്കെ പറയുമ്പോ 80ആണോ 60ആണോ ഇതാണ് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് അല്ലെ? അപ്പോ നമുക്ക് കടൽ തീര ദൈർഘ്യം നമ്മുടെ പറയാറുണ്ട് അല്ലെ? ഇതും പിന്നെ തെക്ക് വടക്ക് നീളമാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, തെക്ക് വടക്ക് ദൂരമാണ് കുറവ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കടൽ തീര ദൈർഘ്യം കൂടുതലാണ് എന്നും പഠിക്കുക കേട്ടോ. 590 ഏതിനാണ്? തീരദൈർഘ്യം 590 കൂടുതൽ തീരദൈർഘ്യമാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ തെക്ക് വടക്ക് നീളമാണ് കുറവ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. 560 6ന് തിരിച്ചിടുക 9 കേട്ടോ. 590. ഇനി കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പ. ശരിയാണ്. ഇവിടെ ചോദ്യം ഏതാണ്? ശരിയായതാണ് അല്ലെ? അപ്പൊ ഒന്ന് എന്തായാലും എന്ത് ചെയ്യണം? ഓപ്ഷനിൽ വരണം അല്ലെ? ഇവിടെ ഒന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ടോ? ഇവിടെ ചോദ്യം എന്താടാ? കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പ. ശരിയാണ്. അപ്പൊ ഒന്ന് ആൻസർ ആയിട്ട് വരണം. ഇവിടെ ഒന്നുണ്ടോ ആൻസർ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. കഴിഞ്ഞു കണ്ടോ? ഇങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത് കേട്ടോ. 31ാമത്തെ ആൻസർ എ ആണ്. 1ഉം 3ഉമാണ് ശരി. അപ്പോ ഇവിടെ നിന്ന് മനസ്സിലാക്കാം, ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് അല്ലേ? ശരിയാണ്. 1ാം സ്ഥാനം ആർക്കാണ്? പെരിയാറിനാണ്. 2ാം സ്ഥാനം ആർക്കാണ്? ഭാരതപ്പുഴയ്ക്കാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ് അല്ലേ? അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ. ഇവിടെ ശരിയല്ലാത്തവ കണ്ടുപിടിക്കണം. കായലുകൾ. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. തെറ്റാണ്. അപ്പോ അവിടെ ഏത് വരണം? വേമ്പനാട്ട് കായൽ വരണം അല്ലെ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 എന്തായാലും എന്ത് വരണം? ആൻസർ ആയിട്ട് വരും വേണം. ഇവിടെ നോക്കൂ, ഇവിടെ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും നമ്മള്? കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ് അല്ലെ? ആൻസർ എന്താണ്? ശരിയാണ്. അപ്പോ 32ാമത്തെ ആൻസർ ഇവിടെ ബി വരും. 2 മാത്രമാണ്. അപ്പൊ നോക്കിക്കോ, 1ാമത്തെ ആൻസർ ശരിയല്ലേ? ശരിയല്ലാത്തവയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 1 വരുന്ന ഓപ്ഷനൊക്കെ ആദ്യം മാറ്റ്, 1 വരുന്നത് മാറ്റി. ഇനി നമുക്ക് എന്താണ്? 2 ആൻസർ ആയിട്ട് വരണം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. അത് തെറ്റാണോ? ശരിയല്ലാത്തതെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. 2 ആൻസർ വരാം. ഇവിടെ 2 ഉണ്ടോ? ഇല്ല. ഇതും മാറ്റി. ഇനി 2ഉം 3ഉം 2 മാറി. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അപ്പൊ 3 വരുന്ന ഓപ്ഷൻ എന്ത് ചെയ്യണം? മാറ്റണം അല്ലേ? അങ്ങനെ ആൻസറിലേക്ക് എത്തണം കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പറഞ്ഞേ, ഇതെങ്ങനെ ചെയ്യും? കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി എന്ന് പറയുമ്പോ തന്നെ അവിടെ ആര് വരണം? കോഴിക്കോട് വരണം. കോഴിക്കോട് അല്ലെ? 33ാമത്തെ ആൻസർ എങ്ങനെ ചെയ്യും? ആൻസർ ബി ആണ്. ബി ആണ് കേട്ടോ. അപ്പൊ 1 വരുന്ന ഓപ്ഷൻ കൊല്ലത്തെ അല്ല, കോഴിക്കോടാണ് ഇവിടെ വരുന്നത് അല്ലെ? കോഴിക്കോട് എന്ന് വരുന്ന താമരശ്ശേരി എന്ന് പറയുമ്പോ തന്നെ കോഴിക്കോട് വരണം. അപ്പൊ 1 വരുന്ന ശരിയായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ 1 തെറ്റാണ്. 1 തെറ്റല്ലേ? അപ്പൊ 1 വരുന്ന ഓപ്ഷനൊക്കെ മാറ്റ്. 1 വരുന്ന ഓപ്ഷനൊക്കെ മാറ്റ്. എല്ലാം ശരിയെന്ന് പറഞ്ഞാൽ 1 വന്നില്ലേ? അപ്പൊ 2ഉം 3ഉം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര കൊല്ലമാണ് അല്ലെ? നീണ്ടകര കൊല്ലമാണ്. അപ്പോ ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര കൊല്ലമാണ്. 1 തെറ്റാണ്. 1 വരുന്നതൊക്കെ മാറ്റിക്കോ. 1 വരുന്നതൊക്കെ മാറ്റിക്കോ. എല്ലാം ശരിയാണ് പറഞ്ഞാൽ 1 വന്നില്ലേ? എല്ലാം പറ്റും. അപ്പൊ ആൻസർ ഏത് വരും? എ വരും അല്ലെ? 34ാമത്തെ ആൻസർ ഏത് വരും? എ ആണ്. ഇതൊക്കെ 2ഉം 3ഉമാണ് ശരി. പൊന്നാനി തുറമുഖം മലപ്പുറത്താണ്. പിന്നെ ഏത് വരും? അഴീക്കല് കണ്ണൂരാണ് കേട്ടോ. കായംകുളം ആലപ്പുഴയാണ് അല്ലെ? കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 35 ഏത് വരും? ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. വൈദ്യുത. അപ്പൊ കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിലെ പ്രധാന സ്രോതസ് ജലമാണ്. ശരിയാണ്. ജലവൈദ്യുത പദ്ധതികളാണ് നമ്മുടെ ജലത്തിലൂടെയുള്ള വൈദ്യുതി ഉൽപാദനമാണ്
നമ്മുടെ കേരളത്തിൽ കൂടുതൽ കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് അല്ലെ, ഇടുക്കിയിലാണ്. 1940 ഇടുക്കി നദിയുടെ പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഏതിലാണ്? മുതിരമ്പുഴയിലാണ് അല്ലെ, മുതിരമ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ശരിയാണ്, 1, 2, 3 ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായിട്ട് യോജിച്ച ജോഡികളെ കണ്ടെത്തുക. എങ്ങനെ എഴുതും? ഏതെഴുതും? കരിമ്പുഴ മലപ്പുറം. 36ാമത്തെ ആൻസർ ഏത് വരും? എ ആണ് കേട്ടോ. 1, 3 ശരിയാണ്. കരിമ്പുഴ മലപ്പുറമാണ്. ശരിയാണ്, 1 ശരിയാണ്. അപ്പൊ 1 ആൻസർ ആയിട്ട് വരണം. 2, 4 ഒന്നില്ല, അപ്പൊ അത് പൊട്ടിക്കളഞ്ഞു. ഇനി ചിമ്മിനി പാലക്കാടാണോ? ചിമ്മിനി തൃശ്ശൂരാണ്. അപ്പൊ 2 വരുന്ന ഓപ്ഷൻ ഒക്കെ മാറ്റിക്കളയണം അല്ലേ. അപ്പൊ എന്താണ്? എല്ലാം ശരിയാണ് പറഞ്ഞാൽ അവിടെ 2 വന്നില്ലേ? ഓക്കെ, അതങ്ങോട്ട് മാറ്റിക്കളയണം. പിന്നെ ഇത് വരും ചെന്തുരുണി കൊല്ലമാണ്. 3 എന്തായാലും ആൻസർ ആയിട്ട് വരണം. അപ്പൊ 1, 3 കണ്ടോ. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാടാണ് കേട്ടോ. ചെന്തുരുണി എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. ചെന്തുരുണി തൃശ്ശൂരാണ്. സോറി, ഇവിടെ മാറിയില്ലേ. ചെന്തുരുണിയാണ്, ചിമ്മിനിയാണ് തൃശ്ശൂര്, ചെന്തുരുണി കൊല്ലം തന്നെയാണ് അല്ലെ. 1, 3 ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ചെന്തുരുണി കൊല്ലം പഠിച്ചോ. കരിമ്പുഴ എവിടെയാണ്? മലപ്പുറത്താണ്. ചിമ്മിനി തൃശ്ശൂരാണ്. ചെന്തുരുണി കൊല്ലത്താണ്. ചൂലന്നൂർ പാലക്കാടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 37 ആൻസർ സി ആണ് കേട്ടോ. 3 മാത്രമാണ് തെറ്റായത്. ഇത് തെറ്റാണ്. മലപ്പുറം ജില്ലയിലാണോ? പാലക്കാട് ജില്ലയിലാണ് അല്ലെ. പാലക്കാട് ജില്ലയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് ഇവിടെ? സൈലന്റ് വാലിയിൽ. ശരിയാണ്. ചിവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ രാത്രികളാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണില്ല. ചിവീട് ഇങ്ങനെ നല്ല സൗണ്ട് ആണ് അല്ലെ. സൈലന്റ് ആവാറ്റി ഇപ്പൊ കറണ്ടൊക്കെ പോയിട്ട് ഇരിക്കുന്ന സമയത്ത്, ഇരുട്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കില്ലേ. അപ്പൊ ചിവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് അറിയപ്പെടുന്നു. തെറ്റായത് 3 മാത്രമാണ് കേട്ടോ. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താൻ. കായിക രംഗമാണ് കേട്ടോ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ശരിയാണ്. പിന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. 38ാമത്തെ ആൻസർ ഇത് വരും ഡി ആണ് അല്ലെ. എല്ലാം ശരിയാണ്. ഇവിടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത് രണ്ടും ഓക്കെ നമ്മൾ ചെയ്യും. ഇതൊരു കൺഫ്യൂഷൻ വരും അല്ലെ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. അപ്പൊ ജിമ്മി ജോർജ് എപ്പോഴും ചോദിക്കാറുണ്ട് ഏത് വിഭാഗം കളിയിലാണെന്ന് ചോദിക്കാറുണ്ട്. വോളിബോൾ ആണ് കേട്ടോ. ജിമ്മി ജോർജ് വോളിബോൾ ആണ്. അപ്പൊ എല്ലാം ശരിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഡി ആണ് കേട്ടോ. 1 മാത്രം തെറ്റാണ്. കേരള നിയമസഭ 92-ൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. തെറ്റാണിത്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ശരിയാണ്. 152 ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി ആരാണ്? ഇപ്പോ MB രാജേഷ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. ശരിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. അല്ല, അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അപ്പൊ ഇവിടെ എത്ര ശരി ഇട്ടു നമ്മൾ? തെറ്റായത് കണ്ടെത്താനാണ് 2 മാത്രം. അപ്പൊ 40ാമത്തെ ആൻസർ സി ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ PSA. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായത് 42 ബി ആണ് കേട്ടോ. 2 മാത്രം ഇത് തെറ്റാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ശരിയാണ്. പിന്നെ 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാട്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാട്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തന്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 43 ആൻസർ എ ആണ് കേട്ടോ. 1, 3, 4. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ശരിയാണ്. ISRO ചെയർമാൻ മോഹൻകുമാർ ആണോ? അല്ല അല്ലെ. പിന്നെ ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവ് 615 കോടി രൂപയാണ് കേട്ടോ. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവ് 615 കോടി. ഇനി കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം മോഹിനിയാട്ടം. ISRO ചെയർമാൻ നമ്മളവിടെ നോട്ട് ചെയ്യണം കേട്ടോ. സോമനാഥ് മലയാളി. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അമ്മ മാക്സിം ഗോർക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് ആരാണ്?
46ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദേശീയതലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന്, ദേശീയ തലത്തിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോക്പാലാണ് അല്ലെ. 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ എന്നാണ് DY ചന്ദ്രചൂഡ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് 50ാമതാണ് കേട്ടോ. ചോദിക്കും ചിലപ്പോ ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് എത്രാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചോദിക്കുന്നത്. 50ാമത് കേട്ടോ, 50ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലെസിസ് ഫെയർ സിദ്ധാന്തം ഇവിടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലില്ല അല്ലെ, ആൻസർ ഇല്ല. ലെസിസ് ഫെയർ സിദ്ധാന്തത്തിന്റെ പറ്റാതാവതിലെ ഓപ്ഷൻ ഇല്ല. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്? S സോമനാഥ് ആണ് കേട്ടോ. 51 അല്ല, മനുഷ്യനെ 51ാമത്തെ ആൻസർ ഏത് വരും? B ആണ് വരുന്നത് അല്ലെ. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ് കേട്ടോ. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക, ഞാൻ ഇത് കണക്ട് ചെയ്തെന്ന് പറയുക, സാമ്പത്തികം ഗോൾഡ് കണ്ടോ, ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ നിറയെ പൈസ വേണ്ടേ. അപ്പൊ ഞാൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണക്ട് ചെയ്ത് ഇങ്ങനെയാണ് കേട്ടോ. ഗോൾഡ് ഇതൊന്നും സത്യം പറഞ്ഞ നോക്കിയിട്ടാ, ക്ലോഡിയ എന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇതിലൊന്നും കണക്ട് ചെയ്ത് വെച്ചു. ഗോൾഡ് എന്ന് കാണുമ്പോൾ സാമ്പത്തികമാണ് 2023 കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന, അസ്ഥികൾ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫോസ്ഫേറ്റ് വരണം. കാൽസ്യവും അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന നമ്മൾ പറയുമ്പോൾ കാൽസ്യവും ഫോസ്ഫേറ്റ് എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. കാൽസ്യം ഫോസ്ഫേറ്റ് കേട്ടോ. 53ാമത്തെ C ആണ്. മറക്കരുത് കേട്ടോ. അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകണം കേട്ടോ. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. ഏതാണ്? വിജാഗിരി സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി. ഇപ്പൊ ഞാൻ ഇതെങ്ങനെയാണെന്നറിയാം വിജാഗിരി സന്ധി കണക്ട് ചെയ്തിരിക്കുന്നത്? ഇരുദിശകളിലേക്ക്. നമ്മളിപ്പോ വാതില് കുറ്റിയിടുന്ന സമയത്ത് ആ വിജാഗിരിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ വിജാഗിരി ഇതിപ്പോ ഒരു ലോക്കാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ലോക്ക് ആക്കുമ്പോൾ ഇങ്ങോട്ടാക്കും അല്ലെ. ലോക്ക് ഇങ്ങോട്ടാക്കുമ്പോൾ ഇങ്ങോട്ടാക്കും. ഇത് നമ്മൾ തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ആക്കണം അല്ലെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലാണ്. ഒന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ആക്കണം, ഓപ്പൺ ആക്കണമെങ്കിൽ ഇങ്ങോട്ട് ആക്കണം. അപ്പൊ ഇരു ദിശകളിലേക്കും ചലിക്കുകയാണ് അല്ലെ. വിജാഗിരിയിലെ വാതിലിന്റെ കുറ്റിനില്ലേ നമ്മൾ അങ്ങനെ പറയാം, വിജാഗിരി എന്നൊക്കെ പറയും അല്ലേ. അപ്പോ അതിനെ അങ്ങനെയാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഇരു ദിശകളിലേക്കും പറയുമ്പോൾ വിജാഗിരി സന്ധി കേട്ടോ. പിന്നെ C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യന്റെ ശരീരഭാഗം. C ആകൃതി കേട്ടോ. C ആകൃതി ഏതാണ്? ഏത് വരും? ട്രക്കിയ ആണ് കേട്ടോ. ട്രക്കിയ. ഇനി ജീവിയും ശാസ്ത്രനാമവും നോക്കാം. 56ാമത്തതില് ജീവി ശാസ്ത്രനാമത്തിൽ ശരിയായിട്ടുള്ളത് മാത്രമുണ്ട്. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 56ാമത്തെ ഏത് വരും? B ആണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരി. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്. ഇവിടെ നമുക്ക് എപ്പോഴും ഈ പൂച്ച, എനിക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. പൂച്ച നായ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്തെന്താ, നമുക്ക് ഒന്ന് കിട്ടിയാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും അല്ലേ. ഒന്ന് പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക് ശരിയായതാണ്. അപ്പൊ ഫിലിപ്പ്, ഫെലിസ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഫിലിപ്പ് എന്നുള്ള ഫിലിപ്പിന് നല്ലൊരു പൂച്ചക്കുട്ടി ഉണ്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിലിപ്പ് ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് മറക്കുന്നവർക്കാണ്. നല്ല എക്സ്പേർട്ടുകൾ ഉണ്ടാവും പഠിക്കുന്നവര്, അവരൊക്കെ എല്ലാട്ടോ ഞാൻ പറയണത്. പൂച്ച, ഫിലിപ്പ്, ഫെലിസ് കേട്ടോ. അപ്പൊ ഫിലിപ്പിന് നല്ലൊരു പെറ്റായിട്ടുള്ള ഒരു ക്യാറ്റ് ഉണ്ട് കേട്ടോ, പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. അങ്ങനെ പഠിച്ചു. പിന്നെ 3ാമത്തെ ഏതാണ്? കാക്ക, കോർവസ് സ്പ്ലെൻഡന്റ് അല്ലെ. കാക്ക കോർവസ് സ്പ്ലെൻഡന്റ് കേട്ടോ. അത് പഠിച്ചു വെച്ചു. അപ്പൊ 1ഉം 3ഉം കേട്ടോ. ജീവികളും ഹൃദയ അറകളും. അപ്പോ നമുക്കറിയാം പാറ്റയ്ക്കാണ് നമ്മൾ പഠിക്കുന്നതില്, നമ്മളിപ്പോ SCRT ഒക്കെ പഠിക്കുമ്പോൾ ഹൃദയ അറകൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പാറ്റയ്ക്കാണ്. എത്രണ്ണമാണ്? 13 അപ്പോൾ ഏത് വരണം? 3 വരണം അല്ലെ. A3 വരണം. ഇത് അറിയാവുന്ന വ്യക്തിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം. ഇവിടെ A3 ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അത് ഒരൊറ്റൊന്നേ ഉള്ളൂ. C മാത്രമേ ഉള്ളൂ. A3 കണ്ടോ. പിന്നെ പല്ലി B4 വരും. ഏതാണ്? പല്ലി 3. പക്ഷിക്ക് എത്രയാണ്? C ഏത് വരണം? 1 വരണം. പക്ഷിക്ക് 4. ഞാനിങ്ങനെ പക്ഷികൾ, നമ്മൾ പക്ഷികൾ 1, 2 അക്ഷരം, 3 അക്ഷരം, 4 അക്ഷരം, 4. പിന്നെ മത്സ്യം കണ്ടോ. D കണ്ടോ. ഏത് വരും? D ഏതാണ് വരുന്നത്? 2 അല്ലെ. മത്സ്യം കണ്ടോ. മത്സ്യം നമ്മൾ എഴുതുമ്പോ 2 വാക്കല്ലേ. അപ്പൊ 2 അറകള്. പക്ഷികൾ എഴുതുമ്പോ 4. കണ്ടോ. അങ്ങനെ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കേട്ടോ. നിങ്ങള്
നന്നായി പഠിച്ച വ്യക്തികൾ അതേപോലെ തന്നെ പഠിച്ചിരിക്കുക, ഇത് സ്വീകരിക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക, 58ാമത് ആൻസർ. ഇത് വരും 2023 കേട്ടോ. സംഘീനം തക്കാളി അല്ലാത്തത് ഇത് ഏതാണ്? ഇത് വരും ഡി ആണ് അല്ലേ, ഹരിതയാണ്. മുക്തി, അനഘ, അക്ഷയ തക്കാളിയുടെ സങ്കരീനങ്ങളാണ്. മുക്തി, അക്ഷയ, അനഘ തക്കാളിയാണ്. തക്കാളി അല്ലാത്ത ഹരിത, ശ്വേത, നീലിമ ഒക്കെ പറയില്ലേ, ഹരിത, ശ്വേത, നീലിമ ഇതൊക്കെ ഏതാണ്? വഴുതനങ്ങ അല്ലേ, വഴുതനങ്ങ. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്, ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് അതായത് SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് വരും ന്യൂട്ടൺ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഭാരത്തിന്റെ യൂണിറ്റ് നമ്മൾ കിലോഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ SI യൂണിറ്റ് ആണ് ചോദിച്ചതെങ്കിൽ ന്യൂട്ടൺ ആണ് കേട്ടോ. ഐസക് ന്യൂട്ടൺ SI ആണെന്ന് പഠിക്കുക കേട്ടോ. ഐസക് ന്യൂട്ടൺ ഒരു SI ആണ് എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭാരത്തിന്റെ യൂണിറ്റ് നമ്മൾ പറയാറുണ്ട് സാധാരണ. ഇപ്പൊ ഒരു കിലോ ഭാരം എന്ന് പറയുമ്പോൾ നമ്മൾ കിലോഗ്രാം എന്നൊക്കെ പറയും അല്ലേ. ഇപ്പൊ ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് എക്സ്ട്രാ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടൺ SI ആണെന്ന് മനസ്സിലാക്കി വെക്കാം. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള F എത്ര വന്നു? 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര എന്നാണ് ചോദിച്ചത്. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. ഏതാണ്? കോൺകേവ് ലെൻസിന്റെ പവറും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും എങ്ങനെ കണക്കാക്കുന്നുള്ളത് പഠിക്കണം. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള F 25 തന്നിട്ട് കോൺവെക്സ് ലെൻസിന്റെ പവർ കാണാൻ ചോദിച്ചാൽ ആൻസർ ഏതാണ്? 4 ഡയോപ്റ്റർ ആണ് കേട്ടോ. 4 ഡയോപ്റ്റർ ആണ്. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ്, കാർബൺ ഐസോട്ടോപ്പ് കാർബൺ 12, 13, 14 അല്ലേ. എങ്കിൽ റേഡിയോ ആക്റ്റീവിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ക്വസ്റ്റ്യൻ ഉണ്ടോ ഇവിടെ? ആൻസർ ഉണ്ടോ? ആൻസർ ഇവിടെ ഡിലീറ്റ് ചെയ്തിരിക്കേണ്ട ക്വസ്റ്റ്യൻ. ഇവിടെ ഈ റേഡിയോ ആക്റ്റീവ് എന്നുള്ള ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പറയുന്നതിൽ. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുതിരശക്തി എത്രയാണ്? ഇവിടെ പെട്ടെന്ന് തിരിയില്ല, വേഗം പോയിട്ട് ചെയ്തു വീട്ടിലെത്തുമ്പോഴായിരിക്കും അത് തിരിച്ചു വരുന്നത്. 746 വാട്ടാണ് കേട്ടോ. 746. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത ഫോട്ടോ ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ കാണാം കേട്ടോ. നിലവിൽ ISRO ചെയർമാൻ എസ് സോമനാഥ്. 10ാമത്തെയാണ് അല്ലെ, 10ാമതാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര്? ലാൻഡർ വിക്രം റോവർ പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി? അമൃതം ആരോഗ്യം. 67ാമത്തെ അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏത് വരും? 3 മാത്രമാണ് ശരി അല്ലെ. ക്ഷയവും ചിക്കൻ ബോക്സും. ക്ഷയം, ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ് കേട്ടോ. ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയൊന്നും വായുവിലൂടെ പകരുന്നതല്ല. കോളറ ജലത്തിലൂടെ പകരുന്നതല്ലേ. അപ്പൊ കോളറ പറ്റാം, ചിക്കൻ ഗുനിയ വിട്ടാം. പിന്നെ മന്ത്, ക്യൂലെക്സ് പെൺകൊതുകല്ലേ, അതൊക്കെ അങ്ങോട്ട് മാറ്റാം കേട്ടോ. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്ന ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വൈറ്റമിൻ A. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? കേന്ദ്ര സർക്കാരിന് കീഴിൽ? ആൻസർ 2014 നവംബർ 9 കേട്ടോ. 2014 ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചു. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ വൈറ്റമിൻ എയുടെ അഭാവത്താൽ എന്താണ്? അധാര്യമായി തീരുന്നത് അല്ലെ, മർദ്ദം ഉളവാക്കുന്ന, കണ്ണിൽ ഒരു മർദ്ദം ഉളവാക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. അതാണ് ഏത് വരുന്നത്? കണ്ണ് അല്ലെ. കണ്ണിലാണ് ഗ്ലോക്കോമ വരുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28. അപ്പോ 2023 ആണെന്ന് കിട്ടും. ഏത് മാസം എന്ന് കൺഫ്യൂഷൻ വരുമ്പോ MS സ്വാമിനാഥൻ സ എന്ന അക്ഷരമല്ലേ. അപ്പൊ സെപ്റ്റംബർ, സ എന്നുള്ള മാസം തന്നെ എടുക്കുക കേട്ടോ. സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? വൈറസ് രോഗം, എലിപ്പനി ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലെ. എയ്ഡ്സ് എന്താണ്? വൈറസ് ആണ്. ചിക്കൻ ഗുനിയ ഇവിടെ നോക്കൂ, വൈറസ് രോഗം അല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് വരും? കിട്ടിയില്ല, ആൻസർ കിട്ടില്ലേ? എലിപ്പനി അല്ലെ. എലിപ്പനി ഏതാണ്? ബാക്ടീരിയ ആണ് കേട്ടോ. എലിപ്പനി ബാക്ടീരിയ ആണ്. എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി ഒക്കെ വൈറസ് ആണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത്? BP അമിത രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ വരുന്നത് ജീവിതശൈലിയാണ്. പക്ഷാഘാതം, സ്ട്രോക്ക് വരുന്നത് ജീവിതശൈലി രോഗമാണ്. മലേറിയ അല്ല.
മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്ത്? സ്നേഹക്കൂടാണ് കേട്ടോ. അതായത് മാനസിക രോഗ ആശുപത്രിയിലൊക്കെ ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അവരെ വീണ്ടും ഒരു സംശയത്തിന്റെ നിഴലിൽ ചിത്രീകരിക്കും അല്ലേ? കാരണം അവർക്ക് പൂർണ്ണമായും ഭേദപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവരെ താമസിപ്പിക്കാൻ ആ ഫാമിലി തന്നെ തയ്യാറായിരുന്നു വരില്ല. അങ്ങനെ ആ വിമുക്തരായവരെ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. സ്നേഹത്തോടെ ആ കൂട്ടിലേക്ക് അവരെ എന്ത് ചെയ്യാണ്? വിളിക്കണം. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം. അല്ലെങ്കിലൊക്കെ 4 ഓപ്ഷൻ നമ്മുടെ കേരളത്തിലെ പദ്ധതികളൊക്കെ വരുമ്പോ, ആരോഗ്യക്ഷേമ പദ്ധതികൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പൊ സ്നേഹത്തോടെ അവർ എന്ത് ചെയ്യാണ്? അവരുടെ കൂടിലേക്ക്, വീട്ടിൽ കൂട് എന്ന് പറയുമ്പോൾ ഒരു വീട് ആണല്ലേ, അതിലേക്ക് ക്ഷണിക്കാണ് കേട്ടോ. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്ക. നമ്മൾ ദക്ഷിണാഫ്രിക്ക എന്നല്ലേ പറയാ? സൗത്ത് ആഫ്രിക്കനെ ദക്ഷിണാഫ്രിക്ക. ഞാൻ കണക്ട് ചെയ്തത് ഞാൻ പറഞ്ഞുതരാണ് കേട്ടോ. ഒമിക്രോൺ കണ്ടോ? ദക്ഷിണാഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് ഏതാണ്? ശ്വാസകോശ രോഗം അല്ലാത്ത ആസ്മ. നമുക്കറിയാം ചുമ വരുന്നത് എവിടെയാണ്? 77. ഏത് വരും? നമ്മൾ ചുമക്കുന്ന എങ്ങനെ? ശ്വാസകോശത്തിൽ ഒരുപാട് കഫങ്ങളൊക്കെ നിറയുന്ന സമയത്ത് ആസ്മ വരും അല്ലേ? അതുപോലെ എംഫിസിമ ശ്വാസകോശ ബാധകമാണ്. പിന്നെ ബ്രാങ്കൈറ്റിസ് ഏതാണ്? ശ്വാസകോശമാണ്. നെഫ്രൈറ്റിസ് വൃക്കകളെ ബാധിക്കുന്നതാണ്. നെഫ്രൈറ്റിസ് വൃക്കകളെ ബാധിക്കുന്നതാണ്. അപ്പൊ ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് ഇതൊക്കെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ് കേട്ടോ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി അമ്മമാർക്കാണ് അല്ലെ? അപ്പൊ ഇവിടെ ഇത് കുഷ്ഠത്തിനാണ് അല്ലെ? അശ്വമേധം കുഷ്ഠത്തിനാണ്. ആയുർദളം എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദ ബാല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആയുർവേദ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആയുർദളം. അശ്വമേധം കുഷ്ഠരോഗ നിവാരണ പരിപാടിയാണ് അശ്വമേധം. ഇവിടെ മാതൃയാനമാണോ മാതൃജ്യോതിയാണോ എന്നുള്ളത് കൺഫ്യൂഷൻ. രണ്ടും അമ്മമാർക്കാണ് അല്ലെ? ഇവിടെ പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിപ്പിക്കുകയാണ് അല്ലെ? അപ്പൊ ഏത് വരണം? മാതൃജ്യോതിയാണ് അല്ലെ? അപ്പോ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യും? അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെയാണ് അല്ലെ? ഒരു കുഞ്ഞു വരുമ്പോഴാണ് ആ അമ്മയ്ക്ക് ഒരു വിളക്ക ആകുന്നത് അല്ലെ? നമ്മൾ പറയില്ലേ നമ്മുടെ മക്കളാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഇത്, നമുക്ക് ആകെ അവരാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയില്ലേ? മക്കളെ കുറിച്ച് അമ്മമാർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവർക്കൊരു ജ്യോതിയാണ് അല്ലെ? അതൊരു വിളക്കാണ്. മക്കൾ എന്ന് പറയുന്നത് ഒരു വിളക്കാണ്. നല്ല മക്കളാണെങ്കിൽ കേട്ടോ. അല്ലാത്തവരെന്താണ്? അത് നമ്മൾ തിരിച്ചും പറയാറുണ്ട് അല്ലെ? അപ്പോ മാതൃജ്യോതി അങ്ങനെ കണക്ട് ചെയ്യണം കേട്ടോ. അമ്മയ്ക്ക് നമുക്ക് എക്സാമൊക്കെ കൺഫ്യൂഷൻ ആകും. ഇതൊക്കെ നമ്മളിപ്പോ ഇവിടെയൊക്കെ ഇരുന്ന് ഞാനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോ നമുക്ക് അവിടെ പോകുമ്പോ ജ്യോതിയാണോ യാനമാണോ മാതൃന്നുണ്ട്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരും. അപ്പൊ മക്കളൊക്കെ നമുക്ക് എന്താണ്? ഒരു ജ്യോതിയാണ്, ഒരു വിളക്കാണ് എന്നുള്ളത് കണക്കാക്കുക. അപ്പൊ അതും ഭിന്നശേഷിക്കാരാണ് അല്ലെ? അവരുടെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അവർക്കൊരു പിന്നീട് ഒരു എന്താ പറയാ, അവരുടെ ജീവിതമാർഗം തന്നെ ഒരു മക്കളായി മാറും അല്ലെ? അപ്പൊ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ചതാണ് ഇപ്പൊ മാതൃജ്യോതി കേട്ടോ. ജ്യോതിയാണ് കേട്ടോ മക്കള്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക് അല്ലെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. കണ്ടെത്തിയ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ജോഡി? നമ്മൾ നേരത്തെ പറഞ്ഞു എലിപ്പനി എന്ന് പറഞ്ഞത് ഒരു ബാക്ടീരിയ രോഗമാണ് എന്ന് പറഞ്ഞു അല്ലെ? എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റിക്കോ. ഒന്ന് വരുന്നതൊക്കെ മാറ്റണം കേട്ടോ. എല്ലാം ശരിയാണ് പറഞ്ഞാൽ അതിലൊന്നും വന്നില്ലേ? അത് മാറ്റി. ഇനിയിപ്പോ 2, 4, 3 മാത്രം ശരി എന്നാണ് നോക്കേണ്ടത്. നിപ്പ നമുക്കറിയാം. നിപ്പ എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. അപ്പൊ 4 എന്തായാലും ആൻസർ വരണം. അപ്പൊ 3 മാത്രം ശരി പറയാൻ പറ്റുമോ? ഇല്ല, 4 വരും. 2ഉം 4ഉം ശരിയാണ്. ക്ഷയം ഒരു ബാക്ടീരിയ അല്ലെ? ട്യൂബർകുലോസിസ് എന്ന് പറയുന്നു. അപ്പോ ബാക്ടീരിയ രണ്ടാമത്തെ ശരിയാണ്. നിപ്പ വൈറസ് 2ഉം 4ഉം ശരിയാണ് കേട്ടോ. 80ാമത്തെ ഡി ആണ് 2ഉം 4. അപ്പൊ 80 ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു. അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം? ഇതിലിപ്പോ നമ്മൾ 80 ചോദ്യങ്ങൾ ഇവിടെ പഠിച്ചിട്ട് പോയി കേട്ടോ. അപ്പോ ഇതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു ഒരു 200 പേജിന്റെയോ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ട് ഇനി മുതൽ തൊട്ട് നമ്മൾ 2024 പരമാവധി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാ? അറിയാത്ത ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ ബുക്കിൽ നോട്ട് ചെയ്തിട്ട് പോവുക. എന്നിട്ട് നമ്മുടെ എക്സാമിന്റെ ഒരാഴ്ച മുമ്പ് ആ ബുക്ക് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് പഠിച്ചു മാറ്റാം. എന്നിട്ട് എക്സാമിന് കൊണ്ട് പോവാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് പഠിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? 2024 ആദ്യത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. അതെടുത്ത് കഴിഞ്ഞു. ഇതിന് തുടർന്ന് ഇങ്ങനെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അങ്ങനെ
നമുക്ക് ഈ ഡിസംബർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം കേട്ടോ. കൂടെ നിന്ന് സപ്പോർട്ടിനനുസരിച്ച് മാത്രം കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അതിൽ നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം നമുക്ക് വ്യൂസ് ഇല്ലാതെ നമുക്ക് വെറുതെ ഒരു ക്ലാസ് ഇട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കോട്ടേരിയിൽ തന്നെ നമുക്ക് നല്ല വ്യൂസ് കമ്മിയാണ്. അപ്പൊ കണ്ടിന്യൂ ചെയ്യണോ തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് നോക്കട്ടെ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഇത്രയും ഡീപ്പായിട്ട് ക്ലാസ് എടുത്തുന്നിട്ട് നിങ്ങൾ നോക്കും. നിങ്ങൾ ഒരു പെയ്ഡ് ക്ലാസ്സിൽ പോയിട്ട് നോക്കൂ. നിങ്ങൾ ആ ടോപ്പിക്കിൽ ഇതിന്റെ അപ്പുറം നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ ടോപ്പിക് ചെയ്യുന്നത് അവിടെ നിർത്താം. അത്രയും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഓർഡറായിട്ട് ക്ലാസ് ഇട്ട് തരുന്നുണ്ട്. പുതിയ SCRT ഒക്കെ എത്ര ഓർഡറായിട്ട് ക്ലാസ് ഇട്ടുന്നത്. അതേപോലെ ഇഷ്ടം പോലെ നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ മെയിൻസിനുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആരും അധികം പ്രയോജനപ്പെടുത്തുന്നില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഭയങ്കര നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ എന്റെ ഭാഗത്ത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാട്ടോ, ഷെയർ ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാട്ടോ. ഒരു എന്താ പറയാ 30 സെക്കൻഡ് ഒരു കമന്റ് അത്ര മതിയല്ലോ. അതിന് പോലും നിങ്ങൾ ടൈം എന്താ പറയാ ചെലവാക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് എന്താണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നന്നായി പഠിക്കൂട്ടോ, നന്നായി പഠിച്ചു മാറ്റണം. താങ്ക് യു.